ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നോയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം.
അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ വാഴ്ത്തിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നമുക്കിരിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ വെച്ചൊരു മനുഷ്യൻ ലഭിക്കുന്ന വിലയേറിയ സന്ദർഭങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനുള്ള അവസരങ്ങൾ. ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ, നമ്മുടെ ഉള്ള അവസ്ഥ തിരിച്ചറിയുവാനുള്ള അവസരങ്ങളാണ് നമുക്ക് വചനകേൾവിയിലൂടെ ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നാം പഠിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളുടെ പോരായ്മകളും എല്ലാം കുറവുകളും അവരുടെ രഹസ്യ ജീവിതങ്ങളും അല്ലെങ്കിൽ അവരായിരുന്ന അവസ്ഥകളെല്ലാം വ്യക്തമായി വരച്ച് കാണിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദ് രാജാവിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ നന്മകൾ മാത്രമല്ല, അല്ലെങ്കിൽ ദാവീദ് ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത കാര്യങ്ങൾ മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് വന്ന വലിയ വീഴ്ചകൾ, ദാവീദ് വീണുപോയ അഗാധമായ കുഴികൾ, അതെല്ലാം ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദാവീദിൻ്റെ കുറവുകളെല്ലാം തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരു കുറവുള്ളവനായിപ്പോയി, അല്ലെങ്കിൽ പോരായികയുള്ളവനായിപ്പോയി. ദാവീദിനെ അവഹേളിക്കുകയല്ല, പിന്നെയോ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ ദൈവവചനത്താലുള്ള മനുഷ്യജീവിതത്തിൽ വരുന്ന ആ രൂപാന്തരത്തെയും അവന് ലഭിക്കാവുന്ന ഭാവിയെയും വരച്ചു കാണിക്കുകയാണ്. ഇന്നലകളിൽ മനുഷ്യൻ അധപ്പതിച്ച വഴികളിൽ പോയെങ്കിലും, പാപത്തിൽ വീണുപോയെങ്കിലും, അരുതായികളിൽ ജീവിച്ചു പോയെങ്കിലും ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ ഓർപ്പിക്കുകയാണ്. ഇനി ഒരു ഭാവിയുണ്ട്, പ്രത്യാശയ്ക്ക് വകയുണ്ട്, ഇനിയും അതിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ട്, ഇനിയും ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ അവസരങ്ങളുണ്ട് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രകടമായ ചില പാപങ്ങളിൽ ജീവിച്ചിരുന്ന സ്ത്രീകളെക്കുറിച്ച്. അവർ വ്യക്തമായും പാപത്തിലാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട് പാപത്തിൽ ജീവിച്ച സ്ത്രീയെക്കുറിച്ച്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറയുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു, അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. അന്നത്തെ സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന മഹാപുരോഹിതന്മാര്, പ്രിയപ്പെട്ടവരെ, സഭയെ നയിച്ചിരുന്നവര്, ന്യായപ്രമാണപ്രകാരം ജീവിച്ചിരുന്നവര്, അവരെയെല്ലാം നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ നിങ്ങൾ കണ്ടുവെങ്കിലും, ഞാൻ പറയുന്ന വചനം കേട്ടുവെങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. കർത്താവ് പറയുകയാണ്, എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു, അത് കണ്ടിട്ട് നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കൺമുമ്പിൽ പ്രകടമായ പാപത്തിൽ ജീവിച്ചവര്, ചുങ്കക്കാര്, വേശ്യാസ്ത്രീകള്, ലോകത്തിൻ്റെ അധാർമികതകളിലൂടെ ജീവിച്ചവര്, അവരെല്ലാം മാനസാന്തരപ്പെടുന്നതും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതും പാപവഴികളോട് യാത്ര പറയുന്നതും നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ പിന്നത്തേതിൽ അനുദപിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല എന്ന് കർത്താവ് അവരെ നോക്കി വളരെ വേദനയോടെ പറയുകയാണ്. ദൈവമക്കളെ, ഇന്നും ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന, ധാരാളം വചനം കേൾക്കുന്ന നമ്മെ നോക്കി കർത്താവ് വേദനയോടെ അങ്ങനെ പറയുമോ? ദൈവം മനുഷ്യനെ രൂപാന്തരപ്പെടുന്നതും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടും മനുഷ്യൻ ഇന്നും മനം തിരിയുന്നില്ലോ എന്ന്, പാപത്തോട് യാത്ര പറയുന്നില്ലോ എന്നുള്ള ആ ഒരു വേദനയുടെ ശബ്ദമാണോ കർത്താവ് നമ്മെ നോക്കി പറയുന്നത്? ഇബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട്
അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു എന്ന്. അവൾ നശിച്ചു പോകേണ്ടവളായിരുന്നു, നശിച്ചു പോകാവുന്ന സാഹചര്യത്തിലായി ജീവിച്ചിരുന്നത്. അവളുടെ ജീവിതം നാശത്തിലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അവളെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു എന്ന്. നശിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളിലും ജീവിച്ചുവെങ്കിലും പ്രിയപ്പെട്ട കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്, അവൾ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു എന്ന്. അവൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലായി തീർന്നുവെന്ന്. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാം, അവൾ പാപത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്, പാപത്തിലാണ് അവൾ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൾ അവിശ്വാസികളോടുകൂടെ നശിച്ചു പോകാതെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചു എന്ന്. പ്രിയപ്പെട്ട ദൈവവചനം അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. മനുഷ്യന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊരു മോചനമുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊരു വിടുതലുണ്ട്. എന്നും പാപത്തിൻ്റെ അധപ്പതിച്ച ഏടുകളിലൂടെ നാം നിരാശയോടെ ജീവിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം യേശുക്രിസ്തു പാപികളെ തേടി വന്നവനാണ് എന്ന്. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു എന്ന്. നാശപട്ടത്തിലാണ് അവൾ ജീവിച്ചത്, നാശകരമായ സാഹചര്യത്തിലാണ് ജീവിച്ചത്, നശിച്ചു പോകാവുന്നതായിരുന്നു, അവൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, അവൾ നശിച്ചില്ല. അവൾ ദൈവമക്കളെ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു എന്ന്. പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് ഈ കാര്യം വളരെ വ്യക്തമായി അവളുടെ ചരിത്രവും അവളുടെ സമർപ്പണവും എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സീത്തീമിൽ നിന്ന് യോശുവ എരിഹോ കോട്ട ഒറ്റുനോക്കുവാൻ 2 ദൈവമക്കളെ അയച്ചു. ആ ദൈവമക്കള് എരിഹോ പട്ടണത്തിൽ ചെന്നപ്പോൾ ആ കോട്ടമതിലിൻ്റെ മുകളിൽ വീട് വെച്ച് താമസിച്ചിരുന്ന ഈ രാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിലാണ് ആ ദൈവമക്കൾ ചെന്നു പറ്റിയത്. 2 പേര് കനാൻ ദേശം ഒറ്റുനോക്കാൻ വന്നിട്ടുണ്ട് എന്ന് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ രാജാവ് അവരെ അന്വേഷിച്ച ആളുകളെ അയച്ചു. ഈ വേശ്യയുടെ വീട്ടിൽ അവരുണ്ട് എന്ന് കേട്ട് രാജാവ് അയച്ച ആളുകൾ വേശ്യയുടെ വീട്ടിൽ ചെന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ രാഹാബ് ആ 2 പേരെ തട്ടിൻ മുകളിൽ ചണക്കച്ചകളുടെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് രാജാവ് അയച്ച ആളുകളോട് പറഞ്ഞു, അവരിവിടെ വന്നിരുന്നു, എന്നാൽ അവരിവിടുന്ന് പോയിട്ടുണ്ട്. പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്നാൽ നിങ്ങൾക്കവരെ പിടിക്കാം, പിന്തുടരാമെന്ന്. പ്രിയപ്പെട്ടവരെ, പിന്നീടാണ് നാം വായിക്കുന്നത്, ഈ രാഹാബ് രാത്രിയായപ്പോൾ തട്ടിൻ മുകളിൽ ഒളിച്ചിരുന്ന ആ കനാൻ ദേശം ഒറ്റുനോക്കാൻ വന്ന ദൈവമക്കളുമായിട്ട് അവൾ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സംസാരമാണ് ആ ദൈവമക്കളെ അവളുടെ ഭവനത്തിൽ കൈക്കൊണ്ടതുകൊണ്ട്, അവരെ ഒളിപ്പിച്ചതുകൊണ്ട്, അവർക്ക് അഭയം കൊടുത്തതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്നാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ആ ഒറ്റുകാരായി വന്ന ദൈവമക്കളോട് ഈ രാഹാബ് എന്ന വേശ്യ പറയുകയാണ്, നിങ്ങൾ വന്ന കാര്യമെല്ലാം എനിക്ക് മനസ്സിലായി. യഹോവ ഈ ദേശം, ഈ എരിഹോ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവളൊരു വേശ്യയായിരുന്നുവെങ്കിലും, അവൾ ദൈവത്തെ അറിയാതെ ജീവിച്ചവളാണെങ്കിലും അവൾ ആ ദൈവമക്കളോട് പറയുകയാണ്, ഈ എരിഹോ പട്ടണം യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. തരുമെന്നല്ല, നിങ്ങൾ ജയിക്കുമെന്നല്ല, യഹോവ ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനം എന്താ? അതായിട്ട് വായിച്ചേ. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു. ഈ എരിഹോ പട്ടണത്തിലുള്ളവരെല്ലാം ഇസ്രായേൽ ജനത്തിന്റെ വരവും അവരെ ദൈവം നടത്തിയതെല്ലാം കേട്ട് ഉരുകിപ്പോയിരിക്കുകയാണ്. വായിക്കാം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും, യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. ദൈവമക്കളെ, ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി അവന്റെ ബലമുള്ള വീര്യമുള്ള ഭുജം കൊണ്ട് പ്രവർത്തിച്ച അത്ഭുത കാര്യങ്ങളെല്ലാം കേട്ടതുകൊണ്ട് ഈ എരിഹോവിലെ ജനങ്ങൾ ഭയപ്പെട്ട് ഭയവിഹ്വലരായിരിക്കുകയാണ്. രാഹാബ് പറയുകയാണ്, ഈ എരിഹോ കോട്ട യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അവൾക്ക് എന്താണ് ആവശ്യമുള്ളത്? അവൾക്ക് പോകുവാൻ സമയത്ത് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഉറപ്പുള്ള ലക്ഷ്യം എനിക്ക് തന്നിട്ട് പോകണം, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പ് തന്നിട്ട് പോകണം. ദൈവമക്കളെ, അവൾക്ക് ഒരു ചുവപ്പ് ചരട് കൊടുത്തു. അതിന് അവൾ,
നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു. അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിക്കൽ കെട്ടി. അവർ പോകുവാൻ നേരത്ത് അവളോട് പറഞ്ഞു, ഞങ്ങളെ ഇറക്കി വിടുന്ന ഈ കിളിവാതിക്കല് നീ ഈ ചുവപ്പ് ചരട് കെട്ടിയാൽ മതി. നിന്റെ ഭവനത്തിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം രക്ഷ പ്രാപിക്കും, അവരെല്ലാം ഞങ്ങൾ ജീവനോടെ സംരക്ഷിക്കുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. നാം വായിക്കുന്നുണ്ട്, ആ രാഹാബ് ആ ദൈവമക്കളെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ ചുവപ്പ് ചരട് ആ കിളിവാതിക്കൽ കെട്ടിയെന്ന്. പ്രിയപ്പെട്ടവരെ, പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാണ് അങ്ങ് ദൂരെ നിന്ന് ഇസ്രായേൽ ജനം എരീഹോ കോട്ട പിടിക്കാൻ വന്നത്. എന്നാൽ രാഹാബ് എന്ന വേശ്യ ആ ദൈവമക്കൾ കൊടുത്ത ആ ചുവപ്പ് ചരട് ആ കിളിവാതിൽ കെട്ടിയെന്ന്. ദൈവമക്കളെ, എന്താണ് ഈ ചുവപ്പ് ചരട് കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തെയാണ് കാണിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ പ്രിയപ്പെട്ടവരെ, സംഹാരകൻ തൊടാതെ വണ്ണം കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് പെസഹായ ആചരിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, അടയാളമിട്ട് അവർ സുരക്ഷിതരായിരുന്നതുപോലെ രാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിന് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടയാളമാകുന്ന ആ ചുവപ്പ് ചരട് പ്രിയപ്പെട്ടവരെ ആ ദൈവമക്കൾ കൊടുത്തു. അതവള് ആ കിളിവാതിലിൽ കെട്ടിയെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നാം എന്ത് മനസ്സിലാക്കണം? ദൈവത്തിന്റെ സ്തോത്രം. അവളൊരു വേശ്യയായിരുന്നെങ്കിലും അവൾ വിശ്വസിച്ചു എന്ത്? യഹോവ ജീവനുള്ള ദൈവമാണെന്ന്, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്ന്, അവൻ ചെങ്കടലിലെ വെള്ളം വറ്റിച്ചവനാണെന്ന്, അവൻ അത്ഭുതങ്ങളുടെ വഴിയിലൂടെ തൻ്റെ മക്കളെ നടത്തിക്കൊണ്ടുവരുന്നവനാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൾ ഒന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, ഒരു ഉറപ്പുള്ള ഒരടയാളം, രക്ഷയുടെ ഉറപ്പ്, രക്ഷയുടെ അടയാളം. പ്രിയപ്പെട്ടവരെ, അത് അവൾക്ക് ലഭിച്ചു. അതവൾ ആ കിളിവാതിലിൽ കെട്ടി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ആ മുദ്ര അവൾ ഏറ്റു. ആ സംഹാരകൻ തൊടാതെ വണ്ണം, പ്രിയപ്പെട്ടവരെ, എരീഹോ കോട്ട നശിക്കുമ്പോൾ അതിൽ നശിക്കാതെ വണ്ണം അവൾക്ക് സംരക്ഷണത്തിന്റെ ഒരു അടയാളം കിട്ടിയെന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അവൾ അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു എന്ന്. ദൈവമക്കളെ, എന്തിനാ നാം കൂടെ കൂടെ ഈ തിരുവചനം കേൾക്കുന്നത്? എന്തിനാ നാം ധാരാളമായി കൂട്ടായ്മകളിൽ വരുന്നത്? എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ സമർപ്പണങ്ങൾ എടുത്തിരിക്കുന്നത്? ഒറ്റ ലക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്ത്? ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അടയാളമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിച്ച് പ്രിയപ്പെട്ടവരെ നിത്യതയിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്തെങ്കിലും പരിശോധിക്കാറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ആ ഉറപ്പുള്ള അടയാളം കിട്ടിയിട്ടുണ്ടോ? ഒരു ലക്ഷ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? തിരുരക്തത്തിന്റെ അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? തിരുരക്തത്തിന്റെ അങ്കി എനിക്ക് കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് ആർക്കും ലഭിക്കുന്നതാണ്. ഏത് പാപിക്കും ലഭിക്കുന്നതാണ്. ഏത് കഠോരമായ പാപത്തിൽ ജീവിച്ചവർക്കും അത് ലഭിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൊലപാതകന്മാർക്ക് ലഭിക്കും, മദ്യപാനികൾക്ക് ലഭിക്കും, പ്രിയപ്പെട്ടവരെ, പിടകരമായ പാപങ്ങളിൽ ജീവിച്ചവർക്ക് ലഭിക്കും, ഭവനവേദനം ചെയ്തവർക്ക് ജീവിക്കും, കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഏതെല്ലാം പാപവഴികളിലും ദൈവത്തെ അറിയാതെ ജീവിച്ചു പോയവർക്കും പ്രിയപ്പെട്ടവരെ ദൈവം സൗജന്യമായി ആവശ്യക്കാർക്ക് നൽകുന്നതാണ് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്ര. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് സ്വന്തമാക്കിയിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും അതിൻ്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവാണെന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ മരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കത് സ്വന്തമായുണ്ടെങ്കിൽ മാത്രമേ അന്ന് നമുക്കത് പ്രയോജനപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്? നമ്മളാരും നാശത്തിലേക്ക് പോകരുത്, നിത്യനാശത്തിലേക്ക് ചെന്നു പറ്റരുത്. ജീവന്റെ തുറമുഖത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നാളുകളായി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ, വരിക, പാപവഴികളോട് യാത്ര പറയുക, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ധാരാളമായി കേട്ടിട്ടുള്ളതാണ് മറ്റൊരു സ്ത്രീ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച്. ദൈവത്തിന്റെ സ്തോത്രം. അവളെ പരസ്യമായ പ്രകടമായ പാപത്തില് പിടിക്കപ്പെട്ടവളാണ്. പ്രിയപ്പെട്ടവരെ, വേശ്യാവൃത്തിയില് പിടിക്കപ്പെട്ട് ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ഒരു കൂട്ടം ആളുകള് എറിയാൻ കല്ലുമായി അവളെ ദൈവാലയത്തിൽ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നതാണ്. അവൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. യേശുവിനെ കാണണമെന്നോ യേശുവിന്റെ അരികിൽ പോകണമെന്നോ ജീവിതം ഒന്ന് രൂപാന്തരപ്പെടണമെന്നോ ആ സ്ത്രീ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടം ആളുകള് അവളെ ബലമായി യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു.
പ്രിയപ്പെട്ടവരെ, അവളെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് അവർ വന്നത്. പഴയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെയും പുരുഷനെയും കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ഇവിടെ പ്രിയപ്പെട്ടവരെ നാം കാണുന്നുണ്ട്, ആ സ്ത്രീയെ മാത്രമേ അവര് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നുള്ളൂ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് തന്നെ ആ അന്നത്തെ പ്രമാണമനുസരിച്ച് തെറ്റായ ഒരു കാര്യമായിരുന്നു. ദൈവമക്കളെ, അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ആശയോടെ, അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് പരീക്ഷിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടെയാണ് അവരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നത്. കർത്താവിനോട് അവർ പറഞ്ഞു, ഗുരു, ഇവളെ പരസ്യമായ പ്രകടമായ പാപത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഞങ്ങളുടെ ന്യായപ്രമാണമുണ്ട്. എന്നാൽ ഗുരു, നിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാനാണ് നിന്റെ അരികിലേക്ക് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അറിയാം, കർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കി, യേശു കൊണ്ടുവന്നിരിക്കുന്ന പുരുഷന്മാരുടെ മുഖത്ത് നോക്കി. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന്. ദൈവമക്കളെ, കർത്താവ് ഉരിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. മൂത്തവർ മുതൽ ഇളയവർ വരെ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം എല്ലാവരും പിൻവാങ്ങിപ്പോയി എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, അവർക്കൊക്കെ എന്ത് ലഭിച്ചു? പാപബോധം ലഭിച്ചു, അല്ലെങ്കിൽ മനസാക്ഷിയിൽ ആക്ഷേപമുണ്ടായി. അവർ കുറ്റക്കാരാണ്, അവർ പാപമുള്ളവരാണ്, അവരാരും കുറ്റമില്ലാത്തവരല്ല എന്നുള്ള ആ വലിയ ബോധ്യം അവർക്കത് വന്നതുകൊണ്ട് അവരുടെ മനസാക്ഷിയിൽ ആക്ഷേപമുള്ളവരായി അവർ മടങ്ങിപ്പോയി എന്ന്. ദൈവമക്കളെ, കർത്താവ് നോക്കി, ആരുമില്ല, ആ സ്ത്രീ മാത്രമേ നിൽക്കുന്നുള്ളൂ. അവൾ കണ്ണുകൾ ഇറക്കിയടച്ചിരിക്കുക. കാരണം ഒരു കൽക്കൂമ്പാരമായി ഞാൻ തീരുമെന്നുള്ള ഭയവും ആ വേദനയെല്ലാം അവളുടെ ഉള്ളിലുണ്ട്. കർത്താവ് അവളോട് ചോദിച്ചു, സ്ത്രീയെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ദൈവമക്കളെ, അപ്പോഴാണ് അവൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവളോട് ചോദിച്ചു, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ? ദൈവമക്കളെ, എൻ്റെ കർത്താവ് അവളോട് പറഞ്ഞു, അവളുടെ ജീവിതത്തിൽ അവൾ അന്നുവരെ കേട്ടിട്ടില്ലാത്ത, അവളുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന, അവളുടെ ഹൃദയത്തെ സ്വാധീനിച്ച ഒരു വാക്കാണ് കർത്താവ് പറഞ്ഞത്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ശിക്ഷ വിധിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പൊക്കോ, ഇനി പാപം ചെയ്യരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കർത്താവുകളോട് പറഞ്ഞു, നീ പൊക്കോ, ഇനി പാപം ചെയ്യരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ സ്വരം നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? യേശുവിൻ്റെ സ്വരം. അയ്യോ, ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ഹൃദയത്തെ സ്വാധീനിക്കുന്ന, അതുവരെയുമുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന, ഹൃദയത്തിലെ ചിന്തകളെ മാറ്റിമറിക്കുന്ന, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാറ്റിമറിക്കുന്ന, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ ആ സ്വരം, മകനെ നീ പൊക്കോ, ഇനി പാപം ചെയ്യരുത്. ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ഇരുന്ന് ധ്യാനിക്കാറുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ പൊക്കോ. ദൈവമക്കളെ, മനുഷ്യൻ്റെ ബുദ്ധിയിലൊന്നും ഒതുങ്ങുന്നതല്ല പ്രിയപ്പെട്ടൊരു യേശുക്രിസ്തുവിൻ്റെ വചനം. മനുഷ്യൻ്റെ ബുദ്ധിയിലൊന്നും ഒതുങ്ങുന്നതല്ല പ്രിയപ്പെട്ടൊരു യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സ്വാധീന ശക്തി. അവൾ എത്ര കാലം പാപത്തിൽ ജീവിച്ചവളാണെങ്കിലും, അവൾ എത്ര പുരുഷന്മാരുടെ കൂടെ മാറി മാറി ജീവിച്ചവളാണെങ്കിലും, അവളെ പരസ്യമായ പാപത്തിൽ പിടിക്കപ്പെട്ടവളാണെങ്കിലും, എൻ്റെ സൃഷ്ടാവിനവരോട് കരുണ തോന്നി, എൻ്റെ സൃഷ്ടാവിനവളോട് ആർദ്ര തോന്നി. ഓ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് അവളെ കർത്താവിൻ്റെ അരികിൽ നിന്ന് പറഞ്ഞു വിട്ടു. എന്ത്? നീ പോയിക്കോ, ഇനി പാപം ചെയ്യരുത് എന്ന്. ദൈവമക്കളെ, യേശു ഒറ്റ കാര്യമേ അവളോട് പറഞ്ഞു വിട്ടുള്ളൂ, ഇനി പാപം ചെയ്യരുത് കേട്ടോ എന്ന്. ഇനി പാപം ചെയ്യരുത് കേട്ടോ എന്ന്. ഇനി പഴയതുപോലെ ജീവിക്കരുത് എന്ന്. ഇനി പഴയ വഴികളിൽ നടക്കരുതെന്ന്. പഴയ ജീവിതമാർഗം ഇനി തുടരരുതെന്ന്. നിന്നെ ഇന്ന് ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നതുപോലെയുള്ള വഴികളിൽ നീ ഇനി ജീവിക്കരുതെന്ന്. മകളെ, നിന്റെ മുമ്പിൽ ഒരു പുതിയ വാതിലുണ്ട്. അത് സ്നേഹത്തിൻ്റെ വാതിലാണ്. അത് വീണ്ടെടുപ്പിൻ്റെ വഴിയാണ്. അത് മാനസാന്തരത്തിൻ്റെ പാതയാണ്. അത് ഹൃദയം സ്നേഹം കൊണ്ട് കത്തി കാളുന്നതാണ്. നീ അനേക പുരുഷന്മാരുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിന്നെ വിട്ടുകൊടുത്തുവെങ്കിൽ നിന്റെ ഹൃദയം കവർന്നെടുക്കുന്ന കാൽവറിയിലെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ അവൾ യേശുവിൻ്റെ അരികിൽ നിന്ന് അനുഭവിച്ചത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവളോട് പറഞ്ഞു വിട്ടു, നീ പോയിക്കോ, ഇനി പാപം ചെയ്യരുത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൾക്ക് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയാണ് കർത്താവ് കൊടുത്തു വിട്ടതെന്ന്. ദൈവമക്കളെ, മനുഷ്യനെന്ന് കർത്താവിൻ്റെ അരികിൽ വരുമ്പോൾ പലതും ആവശ്യപ്പെടുന്നുണ്ട്.
രോഗസൗഖ്യം വേണമെന്ന്, കടം മാറണമെന്ന്, ഈ ലോകത്തിലൊരു ഭാവി വേണമെന്ന്, പ്രിയപ്പെട്ടവരെ അതെല്ലാം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. എന്നാൽ ആ പട്ടണത്തിലേക്കും പാപത്തിൽ ജീവിച്ചവൾക്ക് യേശു ക്രിസ്തു കൊടുത്തു വിട്ടത് അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. അവൾക്ക് പാപം കൂടാതെ ജീവിക്കാനുള്ള കൃപയാണ് കർത്താവ് കൊടുത്തു വിട്ടത്. ഞാൻ ചോദിക്കട്ടെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ എന്തെങ്കിലും ആ കൃപ പ്രാപിച്ചിട്ടുണ്ടോ? പാപത്തിൻ്റെ മേൽ ജയം തരുന്ന, പാപം തൊടാത്ത അനുഭവം തരുന്ന, പാപം വിട്ട് ജീവിക്കാൻ കൃപ തരുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ നിങ്ങൾ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് എൻ്റെ കർത്താവ് ഇന്ന് മാനവരാശിയുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മകനെ, നിനക്ക് വേണോ ഈ കൃപ, ഈ സൗജന്യമായ കൃപ, പാപിയെ രൂപാന്തരപ്പെടുത്തുന്ന കൃപ, പാപിയെ മാറ്റിമറിക്കുന്ന കൃപ, വേശികളെ സുവിശേഷകയാക്കി മാറ്റുന്ന കൃപ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കൊലപാതകന്മാരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റുന്ന കൃപ, ഭാര്യയും ഭർത്താവും വേർപെട്ടു പോയവരെ ഒരുമിച്ച് ജീവിപ്പിക്കുന്ന കൃപ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കൃപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആ കൃപ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തെല്ലാം സഹോദര ചോദിക്കാറുണ്ടെന്നാൽ, കർത്താവേ, എനിക്ക് പാപം കൂടാതെ ജീവിക്കാനുള്ള ഒരു കൃപ തരണമെന്ന്, എന്നെ പാപം തുടരുതേ എന്ന്. ദൈവമക്കളെ, അതാണ് കർത്താവ് ഏറ്റവും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം നമുക്ക് പ്രാപിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവളെക്കുറിച്ച് തിരുവചനം പറയും, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, അവൾക്ക് 7 ഭൂതമുണ്ടായിരുന്നു എന്ന്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവൾക്ക് 7 ഭൂതമുണ്ടായിരുന്നു എന്ന്. ദൈവമക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, അവളുടെ ഒരു ഭൂതത്തെ പോലും എൻ്റെ കർത്താവ് ശാസിച്ചിറക്കി വിട്ടു എന്ന് ഈ തിരുവചനത്തിൽ എങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ 2 ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവൾക്ക് 7 ഭൂതമുണ്ടായിരുന്നു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നാം പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഈ ഭൂതവും രോഗത്തിന്റെ ബന്ധനവും പാപത്തിന്റെ ശാപവും എല്ലാം പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വന്ന് അവന്റെ ജീവന്റെ വചനം നാം കൈക്കൊള്ളുമ്പോൾ അതെല്ലാം ഓടിയകലും. പ്രിയപ്പെട്ടവരെ, ഭൂതങ്ങൾക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല, ബന്ധനങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല, പാപം മൂലം വന്ന രോഗങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല. കാരണം പാപത്തിന്റെ പരിഹാരമായി പാപിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു അവിടെ വരികയാണ്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവളുടെ ഭൂതമെല്ലാം വിട്ടുപോയി, അവൾക്ക് സുബോധം വന്നു, അവളുടെ അശുദ്ധിയുടെ വ്യാപാരം മാറി. പ്രിയപ്പെട്ടവരെ, നാം പിന്നീട് വായിക്കുന്നുണ്ട്, കർത്താവിന്റെ കുരിശിന്റെ അരികിൽ നിൽക്കാൻ അപ്പോസ്തലന്മാർ പോലും ഭയപ്പെട്ടപ്പോൾ അവൾ ധൈര്യത്തോടെ നിന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ കല്ലറയുടെ അരികില് ശിഷ്യന്മാരെല്ലാം ഉനിഞ്ഞു നോക്കി, യേശുവിനെ കണ്ടില്ല. വെള്ളവസ്ത്രധാരികളായ ദൂതന്മാരെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അവർക്കത് മതി, അവര് പോയി. ദൈവത്തിന് സ്തോത്രം. മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൂതന്മാർ മറിയോട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില്, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ട് നിന്ന മറിയോട് ദൂതന്മാർ ചോദിച്ചു, നീ കരയുന്നത് എന്ത് എന്ന്. ദൈവത്തിന് സ്തോത്രം. നീ കരയുന്നത് എന്ത് എന്ന്. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർക്കൊന്നും കരച്ചിലില്ല, എന്നാൽ മറിയ കരയുകയാണ് കല്ലറയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട്. അവൾ ദൂതന്മാരോട് പറഞ്ഞു, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. അവൾക്കൊരാശയുള്ളൂ, എൻ്റെ യേശുവിൻ്റെ ആ ജീവനറ്റ ശരീരം ഒന്നുകൂടി കാണണം, എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ ഒരു സുഗന്ധതയിലും കൂടി പൂശണമെന്ന്. ദൈവമക്കളെ, അവൾ അങ്ങനെ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു അവളോട് ചോദിക്കുകയാണ്. 15-ാമത്തെ വാക്യം വായിച്ചേ. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. വായിച്ചോ. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവളെ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. ഇവിടെ യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. 16-ാമത്തെ വാക്യം കൂടി വായിക്കാം. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ആ വിളി കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾക്ക് മനസ്സിലായി, എൻ്റെ ഗുരുവാണ്, എൻ്റെ അരുമനാഥനാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഉടനെ അവൾ പറഞ്ഞു, റബൂനി, ഗുരു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ യേശുവിൻ്റെ
അതിവേദനയുടെ ദുഃഖത്തില്, ആ കണ്ണുനീരിൻ്റെ മധ്യത്തില് യേശുവിൻ്റെ സ്വരം അവൾ തിരിച്ചറിഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മറിയെന്ന് എൻ്റെ യേശു വിളിച്ചു, അതവൾ തിരിച്ചറിഞ്ഞു. എന്നെ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ അരികിലേക്ക് പോയിട്ടില്ല എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിർത്തട്ടെ. എന്താണെന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ടവരെ, പട്ടണത്തിലേക്കും പാപത്തിൽ പിടിക്കപ്പെട്ട, പരസ്യമായ പാപത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ആ മറിയയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്താ? എൻ്റെ കർത്താവ് അവളെ ഏൽപ്പിച്ചു വിടുകയാണ്. എന്ത്? ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എൻ്റെ ശിഷ്യന്മാരോട് നീ പോയി പറയണം. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, അവളുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും കർത്താവ് കണക്കിട്ടില്ല. അവളുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും കർത്താവ് ചോദിച്ചില്ല. ഓ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൂത് ഏറ്റുവാങ്ങാൻ തക്കവണ്ണമുള്ള ഒരുക്കവും യേശുവിനോടുള്ള സ്നേഹവും അവളുടെ ഹൃദയത്തിൽ കത്തി നിന്നു. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് രണ്ടും കൂടി ചേർന്നതുകൊണ്ടാണ് കർത്താവ് അവളോട് പറഞ്ഞത്, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് എൻ്റെ ശിഷ്യന്മാരോട് പോയി പറക എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആശയുണ്ടോ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ, യേശു ജീവിക്കുന്നു എന്ന് പറയാൻ, യേശു എന്നെ തൊട്ടു എന്ന് പറയാൻ, യേശു എന്നെ രൂപാന്തരപ്പെടുത്തി എന്ന് പറയാൻ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന് പറയുവാൻ, യേശു എനിക്ക് പ്രത്യാശ തന്നിരിക്കുന്നു എന്ന് പറയുവാൻ, യേശു നിനക്ക് സമാധാനം തരുമെന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയാൻ ദൈവമക്കളെ യേശു മറിയോട് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയാ എന്ന്. ദൈവമക്കളെ, ഒരു നിമിഷം നിങ്ങൾ ആ കുരിശിലേക്ക് നോക്കി. ക്രൂശിതനായി 3 ദിവസം മുമ്പ് പ്രിയപ്പെട്ടവരെ നിന്ദിതനായി കാൽവറിയുടെ ഉന്നതങ്ങളിൽ കിടന്ന് അലറിക്കരഞ്ഞവനെന്ന് ഉയർത്തെഴുന്നേറ്റ് മറിയയ്ക്ക് വെളിപ്പെട്ട് മറിയോട് പറഞ്ഞു, ഓ ദൈവത്തിൻ്റെ സ്തോത്രം. അവളോട് ചോദിച്ചു, നീ കരയുന്നത് എന്തേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണമോ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ പുതുബലം ധരിക്കാൻ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ അത്ഭുത ശക്തി, പ്രിയപ്പെട്ടവരെ, മനുഷ്യഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന ആ രൂപാന്തരത്തിൻ്റെ ശക്തി, പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ കർത്താവ് നോക്കുകയാണ്. ഈ ഭൂമിയുടെ കോണിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ സാക്ഷികളാകാൻ, എൻ്റെ വേല ചെയ്യാൻ, എനിക്ക് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാൻ, എനിക്ക് വേണ്ടി പാപം വിട്ട് ജീവിക്കാൻ, എനിക്ക് വേണ്ടി ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ ജീവിക്കാൻ. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾക്കൊരു വാക്ക് പറയാമോ? എൻ്റെ കർത്താവേ, ഈ തകർന്നുപോയ, അഴുക്ക് പറ്റിയ, മ്ലേച്ഛത പറ്റിയ, കുടുംബം തകർന്നുപോയ, ആർക്കും വേണ്ടാത്ത, ആരുടെ മുമ്പിലും വിലയില്ലാത്ത, ആരുടെ മുമ്പിലും അംഗീകാരമില്ലാത്ത ഈ നിസ്സാരനായ ഈ എന്നെ നിനക്ക് തരാമെന്ന്. ദൈവമക്കളെ, ആണിപ്പാടുള്ള കരത്തിലേക്ക് വെച്ചു കൊടുത്താൽ അവൻ നിങ്ങളെ ഏറ്റെടുക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.